ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വീക്ക് ഹീറോ ക്ലാസ് 2 എന്ന സീരീസിൻ്റെ 7ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് ഗോത്താക്കിനെയും ജെയിനെയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ അവരാണെങ്കിൽ ദേസാങ് മോട്ടോഴ്സിൽ ഗോഡൗണിൽ നിന്ന് ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിരിക്കുന്ന ബുക്ക് എടുത്ത ശേഷം രക്ഷപ്പെടാൻ നിന്നപ്പോൾ യൂണിയനിലെ പയ്യന്മാരും വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അവർ അടിച്ചിട്ടിട്ട് ഇവർ ഓടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ പയ്യന്മാർ ഇവരെ ഫോളോ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഓടിപ്പോയിട്ട് ഒരു വണ്ടിയുടെ അടിയിൽ കയറി ഒളിച്ചിരിക്കുന്നുണ്ട്. ആ സമയം ഗോത്താക്കി ടേരെടുത്ത് ആ ഒരു ബുക്ക് നിൻ്റെ കയ്യിൽ തന്നെ ഇല്ലേന്ന് വയ്ക്കുമ്പോൾ ടേ ആണെങ്കിൽ ഉണ്ട് സേഫായിട്ട് ഇരിപ്പുണ്ടെന്ന് പറയാണ്. എന്നാൽ ആ ഒരു പയ്യന്മാർ ഇവർ ഈ വണ്ടിയുടെ അടിയിലുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അവരെ കാലുകൊണ്ട് വലിച്ച് പുറത്തേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉടനെ തന്നെ വീണ്ടും ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ടേയുടെ കയ്യിൽ നിന്ന് ആ ഒരു ബുക്കും അവർ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ടേക്കും തിരിച്ചൊന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. ഗോത്താക്കും ഒത്തിരി ഫൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ലാസ്റ്റ് പിടിച്ച് വയ്ക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വരുന്നുണ്ട്. ആ സമയം കറക്റ്റ് അങ്ങോട്ടേക്ക് ബാക്കു എത്തുന്നുണ്ട്. പിന്നെ ബാക്കുവാണ് അവരുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. നല്ലതുപോലെ അടിച്ചിടുന്നുണ്ട്. ലാസ്റ്റ് ബാക്കി വന്ന് ഒരുത്തന്നെ ബാക്കു ഇങ്ങനെ ഭയങ്കരമായിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ടൈമിനാണ് ടേക്ക് ഒരു കോൾ വന്നത്. കോള് സിയുവിനെ പറ്റിയിട്ടുള്ള എന്തോ ഒരു കാര്യം പറഞ്ഞിട്ടായിരുന്നു. അങ്ങനെ ടേ ഉടനെ തന്നെ ബാക്കുവിനോട് അത് പറയുന്നുണ്ട്. അത് കേൾക്കുന്നതും ബാക്കു ആണെങ്കിൽ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പയ്യനെ വിട്ടിട്ട് ഒരുമാതിരി ആവുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ബാക്കുവും കോത്താക്കും ടേയും കൂടെ ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് ഓടി വരുന്നതാണ്. സിയുവിന് എന്തോ അപകടം പറ്റിയെന്നായിരുന്നു കോള്. അവന് വലുതായിട്ടൊന്നും പറ്റിയിട്ടില്ല, ചെറിയ എന്തെങ്കിലും മുറിവുമല്ലോ ആയിരിക്കും എന്നൊക്കെ കരുതിയിട്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ജസ്റ്റ് ജനറൽ വാർഡ് പോലത്തെ ആ ഒരു ഏരിയയിലേക്കാണ് ചെക്ക് ചെയ്യുന്നത്. എന്നാൽ അവിടെയൊന്നും ഉണ്ടായിരിക്കുന്നില്ല. പിന്നെ നോക്കിയപ്പോഴാണ് സിയൂൺ ICUവിൽ അൺകോൺഷ്യസ് ആയിട്ട് കിടക്കുന്ന കാണുന്നത്. തൊട്ടടുത്ത് നിന്ന് സിയൂണിൻ്റെ അമ്മയും കരയുന്നുണ്ടായിരുന്നു. അത് കാണുമ്പോഴത്തേക്കും ഇവർ മൂന്നുപേരും ഒരുമാതിരി ആവുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന സീൻ സിയൂണിൻ്റെ അൺകോൺഷ്യസ് മൈൻഡിൽ നടക്കുന്ന ഒരു കാര്യമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം സിയൂണിന് ഇപ്പോഴും ബോധം വന്നിട്ടില്ല. സോ ആ ഒരു ടൈമിൽ അവന് മൈൻഡിൽ നടക്കുന്ന ഒരു സീനായിട്ട് പോലെയാണ് ഇത് കാണിക്കുന്നത്. സിയൂൺ ഇപ്പോൾ ഒറ്റയ്ക്ക് ഭയങ്കര ഇരുട്ടൊക്കെ ആയിട്ടുള്ളൊരു ബോക്സിങ് റിങ്ങിൻ്റെ അകത്തിരിക്കുവാണ്. തൊട്ട് സൈഡിലായിട്ട് ടേബിളിൽ ബാക്കും ഗോത്താക്കും ടേയിരുന്ന് ചിരിച്ച് കളിച്ച് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് സിയൂണിൻ്റെ തൊട്ടടുത്തായിട്ട് സിയോക്ക് ഇരിക്കുന്ന കാണിക്കുന്നത്. ആ സിയോക്കും സിയോണും നമ്മുടെ ഈ ബാക്കുവും ഗോത്താക്കും ടേയും എല്ലാം തന്നെ അവിടെ സൈഡിൽ ഇരുന്ന് ഇങ്ങനെ എൻജോയ് ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അത് കണ്ടിട്ട് സിയോക്ക് പറയുന്നുണ്ട് അവർ മൂന്നുപേരും ലാസ്റ്റ് നമ്മുടെ സിറ്റുവേഷനിൽ തന്നെ ആയിത്തീരുമെന്ന്. ആ സമയം മുമ്പ് നമ്മുടെ സീസൺ 1 കണ്ട ആ ഒരു നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ഓർത്തിട്ട് സിയൂണാണെങ്കിൽ സിയോക്കിനോട് സോറി പറയുന്നുണ്ട്. ആ സമയം സിയോക്ക് എനിക്ക് ഇതിൻ്റെ സോറിയുടെ ആവശ്യമൊന്നും ഇല്ല എന്ന് പറയാണ്. അതിനുശേഷം ബാക്കുവും ഗോത്താക്കും ടേയും ഇപ്പം തന്നെ ഹോസ്പിറ്റലിൽ സിയൂണിനൊന്ന് മീറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. ആ സമയം സിയൂണിൻ്റെ അമ്മ വന്നിട്ട് നിങ്ങൾ വീട്ടിൽ പോകാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം ബാക്കുമൊക്കെ ഇല്ല കുഴപ്പമില്ല ഞങ്ങളോട് വെയിറ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ അവൻ്റെ അമ്മയാണെങ്കിൽ നിങ്ങളുടെ പാരൻസൊക്കെ കാത്തിരിക്കുമായിരിക്കും, ഒത്തിരി ലേറ്റ് ആയില്ലേ എന്ന് പറയുന്നുണ്ട്. എന്നാലും ബാക്കുമൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല സിയൂൺ നമ്മുടെ ഫ്രണ്ടല്ലേ, ഞങ്ങളിവിടെ ഇരിക്കണമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം സിയൂണിൻ്റെ അമ്മ ഞാൻ നിങ്ങളുടെ അടുത്ത് പോകാൻ ഉദ്ദേശിച്ചത് പോയിട്ട് നാളെ വരാൻ കണക്കായിട്ടല്ല, അത് പിന്നെ നിങ്ങളിനി സിയൂണിൻ്റെ ഫ്രണ്ടായിട്ടിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെയൊക്കെ കൂടെ കൂടിയിട്ട് എൻ്റെ മകന് വീണ്ടും ഇതുപോലൊരു സിറ്റുവേഷൻ ഉണ്ടാകണമെന്ന് എനിക്ക് തീരെ താല്പര്യമില്ല. അതുകൊണ്ട് എൻ്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണമെന്ന് പറയുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും അവരാരും തന്നെ പിന്നെ ഒന്നും മിണ്ടുന്നില്ല. അവരവിടെ നിന്ന് പോകുന്നുമുണ്ട്. പിന്നീട് കാണിക്കുന്നത് ബേക്ജിനെയാണ്. അവനിപ്പോൾ അവിടെ യൂണിയനിൽ വർക്ക് ചെയ്യുന്ന കുറേ പയ്യന്മാരെയും പിന്നെ ബേക്ജിനിൻ്റെ താഴെ ലീഡേഴ്സായിട്ട് നിൽക്കുന്ന 2 പയ്യന്മാരുണ്ടെന്ന് പറയുന്ന അവന്മാരെയൊക്കെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. കാരണം ടേയുടെ കയ്യിൽ നിന്ന് ആ ഒരു ഇൻഫർമേഷനൊക്കെ അടങ്ങിയ ബുക്ക് ഇവർ തിരിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിൽ ഒരു പേജ് മിസ്സിംഗ് ആയിരുന്നു. അത് ടേ കീറി എടുത്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ കണ്ടതുകൊണ്ട് തന്നെ ബേക്ജിനാണെങ്കിൽ എനിക്ക് ആ ഒരു പേപ്പറും കിട്ടിയേ പറ്റത്തുള്ളൂ, എനിക്കത് ഉടനെ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് അവൻ ദേഷ്യപ്പെടുന്നുണ്ട്. അങ്ങനെ അവിടെ നിൽക്കുന്ന എല്ലാ പയ്യന്മാരും എങ്ങനെയും അവന്മാരെ പൊക്കണമെന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം ബാക്കു അവൻ്റെ വീട്ടിലേക്ക് പോകുന്നതാണ്. ആ സമയം അവൻ്റെ അച്ഛൻ അവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു. അവൻ ഇത്രയും ദിവസം എവിടെയായിരുന്നു എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് എന്നൊന്നും ചോദിക്കാൻ നിൽക്കുന്നില്ല. വന്നിരുന്ന് ഫുഡ് കഴിക്കാൻ മാത്രമേ പറയുന്നുള്ളൂ. അങ്ങനെ അവരുടെയും ചെന്നിരുന്ന് ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും അവൻ്റെ അച്ഛനാണെങ്കിൽ നിനക്കാണെങ്കിൽ കൂടെ നിന്ന് കെയർ ചെയ്യാനൊക്കെ ആയിട്ട് കുറേ ആൾക്കാരുണ്ടെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റി. കാരണം നിൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതിലൊരുത്തനാണെങ്കിൽ നീയല്ല പ്രശ്നക്കാരൻ ഞാനാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടിട്ട് ആ ഒരു പഠിപ്പിയാണെന്നൊക്കെ തോന്നുന്നു എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ അത് സിയൂണാണെന്ന് ഇവന് മനസ്സിലാവുന്നുണ്ട്. ആ സമയം സിയൂണിൻ്റെ കാര്യം ഓർത്തിട്ട് ബാക്ക് വിഷമിച്ച് കരയാൻ തുടങ്ങുകയാണ്. എന്നിട്ടെന്ന് പറയുന്നുണ്ട് ഞാൻ കാരണമാണ് അവനിപ്പോൾ ഈ അവസ്ഥയിൽ ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവൻ ഒത്തിരി കരയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ടേയിനെയാണ്. ടേയുടെ കയ്യിൽ ഇപ്പോൾ ആ ഒരു കീറിയെടുത്ത ആ ഒരു പേജ് ഉണ്ടായിരുന്നു. അവനാണെങ്കിൽ അതും കൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ആരടുത്തും അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല, അവൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. അവിടെ ചെന്ന് പോലീസിൻ്റെ അടുത്ത് ഇതൊക്കെ കാണിച്ചിട്ട് അറിയാമെന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. എന്നാൽ പോലീസ് ഇതൊന്നും പോരല്ലോ, കറക്റ്റ് ഇൻഫർമേഷൻ വേണം, ആരാ ഇത് ചെയ്തത് എന്തിനാണ് ചെയ്യുന്നത്. ആ സമയം ടേ ആണെങ്കിൽ അതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിയത്തില്ല സാർ, എനിക്കിത് മാത്രമേ അറിയത്തുള്ളൂ, നിങ്ങളൊന്ന് അന്വേഷിക്കാൻ പറയുന്നുണ്ട്. എന്നാൽ ഒരു പോലീസ് ഓഫീസർ ഇത് വെച്ച് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പോകാനും പറയുന്നുണ്ട്. എന്നാൽ പോകുന്ന സമയത്ത് ടേ ആണെങ്കിൽ ആ ഒരു പേപ്പർ അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങാനായിട്ട് മറക്കുന്നില്ല. അതും കൊണ്ട് തന്നെയാണ് പോകുന്നത്. അവനങ്ങനെ ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് നടക്കുന്ന സമയത്ത് കറക്റ്റ് യൂണിയനിലുള്ള 2-3 ചെക്കന്മാർ വന്നിട്ട് നീയാണെങ്കിൽ ഒരു പേപ്പർ എടുത്തു എന്ന് ഞങ്ങൾ അറിഞ്ഞല്ലോ എന്ന് പറയുന്നുണ്ട്. അതും പറഞ്ഞിട്ട് അവന്മാർ നേരെ കൊണ്ടുപോകുന്നത് ബേക്ജിനും സോങ് ചെയ്യും അന്നിരുന്ന് സംസാരിച്ച പലരെയും കൊല്ലാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഗോഡൗണിലേക്കാണ്. അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഇവനെടുത്തിട്ട് നല്ലപോലെ അടിക്കുന്നുണ്ട്. ആ സമയം ബേക്ജിനാണെങ്കിൽ അതിലൊരുത്തൻ്റെ ഫോണിൽ വിളിച്ചിട്ട്
ടേയോട് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് ടേയിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നീയാണെങ്കിൽ ആ കയ്യിലുണ്ടായിരുന്ന പേപ്പറിൻ്റെ ഫോട്ടോ എല്ലാം എടുത്തു വെച്ചായിരുന്നു, ഉണ്ടെങ്കിൽ അതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കാൻ. ടേ ആ സമയം, എങ്കിൽ നീ എൻ്റെ ഫ്രണ്ട്സിനെ വെറുതെ വിട്ടേക്ക്, അവന്മാരൊന്നും ചെയ്യാൻ നിൽക്കരുത്, എങ്കിൽ ഞാൻ ആ ഒരു ഫോട്ടോയും ഡിലീറ്റ് ചെയ്ത് കളയാമെന്ന് പറയുമ്പോഴത്തേക്കും ബേഗ്ജിനാണെങ്കിൽ ചിരിക്കുന്നുണ്ട്. ആ സമയം ടേ ആണെങ്കിൽ, എന്തേ നിനക്കാണെങ്കിൽ നല്ല പേടി ഉണ്ടായിരുന്നല്ലോ നേരത്തെ എന്നിങ്ങനെ പറയാണ്. ആ സമയം ബേഗ്ജിൻ്റെ ആ ഒരു ചിരി മാറുന്നുണ്ട്. എന്നിട്ട് ബേഗ്ജിനാണെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റത്തില്ലെങ്കിൽ നീ അവിടെ കിടന്ന് മരിക്കാനായിട്ട് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ടൈം കൊണ്ട് തന്നെ ആ ഒരു പയ്യന്മാർ ഇവൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഇൻഫർമേഷൻ്റെ പേപ്പർ കത്തിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇവനെടുത്തിട്ട് അടിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. ആ സമയത്ത് സോങ് ജെ അങ്ങോട്ടേക്ക് വരുന്നത്. സോങ് ജെ ഈ ഒരു ഗോഡൗണിൽ തന്നെ ഉണ്ടായിരുന്നു. ഏതോ ഒരു റൂമിൻ്റെ അകത്ത് കിടന്ന് ഉറങ്ങുമായിരുന്നു. ഈ ഒരു ബഹളമൊക്കെ കേൾക്കുമ്പോൾ അവൻ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട്, ഓ നീയൊക്കെ ഭയങ്കര ബഹളമാണല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. സോങ് ജെയുടെ സംസാരം കേൾക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ടേയിലെടുത്ത്, നീയാണെങ്കിൽ അവന്മാർക്ക് വേണ്ട കാര്യം എന്താ ചെയ്തു കൊടുത്തേക്കാൻ പറയാണ്. ടേ ഇല്ല എന്ന് പറയുന്നുണ്ട്. സോങ് ജെ വീണ്ടും പറയുന്നുണ്ട്. എന്നാൽ ടേ ആണെങ്കിൽ ഭയങ്കര പവർഫുള്ളായിട്ട് തന്നെ ഇല്ല എന്നങ്ങ് പറയുന്നുണ്ട്. അവൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് സോങ് ജെക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സോങ് ജെ അവിടെ നിന്നവന്മാരെ എല്ലാത്തിനും അടിച്ചിട്ടാണ്. എന്നിട്ട് ടേയിനെ അവിടെ സോഫയിൽ പിടിച്ചിരുത്തുന്നുമുണ്ട്. പിന്നീട് കാണിക്കുന്നത് ടേ അവിടെ ഉണ്ടെന്നിറങ്ങിയിട്ട് ഗോത്താക്കും പിന്നെ ബാക്കുവും കൂടെ ആയിട്ട് അങ്ങോട്ടേ ചെല്ലുന്നതാണ്. ചെല്ലുമ്പോൾ തന്നെ ടേ ആണെങ്കിൽ ഓക്കെ അല്ല എന്ന് മനസ്സിലാകുമ്പോഴത്തേക്കും ഗോത്താക്ക് അവനെ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. ആ സമയം ബാക്കു ആണെങ്കിൽ സോങ് ജെയുടെ അടുത്ത്, നിൻ്റെ അടുത്ത് ഇത് പറയേണ്ടി വരുമെന്ന് വിചാരിച്ചില്ല, എന്നാലും താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് പോകാൻ നിൽക്കുമ്പോൾ സോങ് ജെ ആണെങ്കിൽ, നീ തന്നെയാണോ ശരിക്കും നിൻ്റെ സ്കൂളിൻ്റെ ലീഡർ, കാരണം നിന്നെക്കാളും അടിപൊളിയാണല്ലോ ആ ഒരു ടേയും സിയോണും എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം അത് ശരിയാണെന്ന് ബാക്കു പറഞ്ഞിട്ട് വീണ്ടും താങ്ക്സ് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അവരങ്ങനെ അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്ന സമയത്ത് ടേ ആണെങ്കിൽ, ഞാൻ ഓക്കെയാണ്, എന്നെ താഴെ വിട്ടോളാനായിട്ട് പറയാണ്. കാരണം ഗോത്താക്ക് ഇത്ര നേരം അവനെ എടുത്തുകൊണ്ടായിരുന്നു പൊക്കോണ്ടിരുന്നത്. അങ്ങനെ താഴേക്ക് വിടുമ്പോഴത്തേക്കും ഗോത്താക്കും ബാക്കും, നീ എന്ത് പരിപാടിയാണ് കാണിച്ചു കൂട്ടിയത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം അവനാണെങ്കിൽ, അത് പിന്നെ ആ ഒരു ബുക്കിൽ നിന്ന് ഒരു പേജ് ഞാൻ കീറി എടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി, എന്നാൽ യൂണിയനിലെ ചെക്കന്മാർ എന്നെ കണ്ടുപിടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതാണെന്ന് പറയുന്നുണ്ട്. ആ സമയം ഗോത്താക്ക്, നിൻ്റെ കാര്യം ഭയങ്കര കഷ്ടമാണല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ടേയും, നമ്മളെല്ലാവരും അങ്ങനെയാണല്ലോ, സിയൂണും അങ്ങനെയാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. സിയൂണിൻ്റെ പേര് കേൾക്കുമ്പോഴത്തേക്കും ബാക്കു പിന്നെ ഇമോഷണൽ ആവുന്നുണ്ട്. എന്നാൽ അവനാണെങ്കിൽ അത് അവരുടെ മുന്നിൽ കാണിക്കുന്നില്ല. പിന്നീട് അവർ മൂന്നിനും നടന്നിട്ട് ടേയുടെ ആ ഒരു മുറിവിലൊക്കെ മരുന്ന് വയ്ക്കാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നുണ്ട്. അതിനുശേഷം ബേഗ്ജിനെ കാണിക്കുമ്പോൾ ഇപ്പോൾ യൂണിയനിലുള്ളൊരു പയ്യൻ വിളിച്ചിട്ട് ഇതുപോലെ സോങ് ജെയാണ് അവരെ ഹെൽപ്പ് ചെയ്തത് എന്നുള്ള കാര്യമൊക്കെ ബേഗ്ജിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ബേഗ്ജിൻ ആ സമയം ക്ലബ്ബിലേക്ക് വരുമായിരുന്നു. അങ്ങനെ അത് സംസാരിച്ച് അവൻ ക്ലബിൻ്റെ അകത്തേക്ക് കയറുമ്പോഴത്തേക്കും അവൻ്റെയും ലീഡറായിട്ടുള്ള അന്നൊരു എപ്പിസോഡിൽ വന്ന ആ ഒരാൾ അവിടെ ഇരിക്കുന്ന കാണുന്നുണ്ട്. അയാളെ കാണുമ്പോഴത്തേക്കും ഇവൻ ഒരുമാതിരി ആവുന്നുണ്ട്. അയാളാണെങ്കിൽ വന്നിട്ട്, നിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ ഇനി പോലീസ് എന്നെ വിളിക്കേണ്ട സിറ്റുവേഷൻ വരരുതെന്ന്, എന്നാൽ പോലീസുകാർ എന്നെ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുക, മര്യാദയ്ക്ക് എല്ലാം സോൾവ് ചെയ്തോ, ഇല്ലെങ്കിൽ നിന്നെയും കൊല്ലും ഇവന്മാരെയും കൊല്ലും എന്ന് പറഞ്ഞിട്ട് അയാൾ പോകുന്നുണ്ട്. ഇവന് നല്ല പേടിയുണ്ട് എന്ന് ഇവനാണെങ്കിൽ അത് പുറത്ത് കാണിക്കുന്നില്ല. പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസം എല്ലാം അവസാനിപ്പിക്കാൻ നേരമായി എന്ന് ബാക്കു ഉറപ്പിച്ചതുകൊണ്ട് തന്നെ അവൻ നേരെ ബേഗ്ജിൻ്റെ സ്കൂളിലേക്ക് ചെല്ലാണ്. അവിടെ ഇപ്പോൾ ക്ലാസ് ടൈം ആയിരുന്നു. അങ്ങോട്ടേക്ക് ചെന്നിട്ട് സ്കൂൾ ബിൽഡിങ്ങിൻ്റെ പുറത്ത് നിന്നുകൊണ്ട് ഒരു സ്പീക്കർ ഉപയോഗിച്ച് ബേഗ്ജിൻ്റെ പേര് ഉറക്കെ വിളിക്കുകയാണ്. ഇത് കേൾക്കുന്നത് ബേഗ്ജിനാണെങ്കിൽ അവൻ്റെ ക്ലാസ് റൂമിൽ അവൻ്റെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് ജനലിൻ്റെ അവിടേക്ക് ചെന്ന് നിൽക്കുന്നുണ്ട്. ബാക്കു അവിടെ വന്ന് നിൽക്കുന്നതും കാണുന്നുണ്ട്. ബേഗ്ജിൻ തന്നെ നോക്കുന്നുണ്ടെന്ന് മനസ്സിലാകുന്നതും ബാക്കു ആണെങ്കിൽ എല്ലാവരും കേൾക്കത്തക്ക രീതിയിൽ ആ ഒരു സ്പീക്കർ ഉപയോഗിച്ച് ഉറക്കെ തന്നെ പറയുന്നുണ്ട്, നീയാണെങ്കിൽ ഞാനുമായിട്ട് ഫൈറ്റിന് വാടാ, എന്ന് വേണമെന്ന് നീ തന്നെ തീരുമാനിക്ക്, ഫൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഞങ്ങളുടെ സ്കൂൾ ജയിച്ചു കഴിഞ്ഞാൽ നീയൊക്കെ നിൻ്റെ യൂണിയൻ അവിടെ വെച്ച് നിർത്തിക്കോണം എന്നിങ്ങനെ പറയുന്നുണ്ട്. അതും പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ നടന്നു പോകുന്നുണ്ട്. ബേഗ്ജിനും അക്സെപ്റ്റ് ചെയ്തു എന്ന രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. ബാക്കു നടന്നു പോകുന്ന ടൈമിന് ഗോത്താക്കിനെ വിളിച്ചിട്ട് ഞാൻ ഇതുപോലൊരു കാര്യം ബേഗ്ജിനോട് പറഞ്ഞു റെഡിയാവാനായിട്ട് പറയുന്നുണ്ട്. ബേഗ്ജിനെ യൂണിയനെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കണമെങ്കിൽ ഇവരുടെ സ്കൂൾ മൊത്തം ഇവരുടെ കൂടെ വേണം. അതുകൊണ്ട് തന്നെ ഈ ന്യൂസ് അറിയുമ്പോഴത്തേക്കും ഗോത്താക്ക് സ്കൂളിലുള്ള പയ്യന്മാരുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും ഈ കാര്യം പറഞ്ഞിട്ട് നിങ്ങളെല്ലാവരും കൂടെ നിൽക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. കുറേ പയ്യന്മാർ ഫസ്റ്റ് ഇല്ല എന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ട്. എന്നാലും കുറേ പേർക്ക് ആ ജോയിൻ ചെയ്യണം, എങ്ങനെയും ബേഗ്ജിനെ തോൽപ്പിക്കണം എന്നുള്ള രീതി തന്നെയാണ്. എല്ലാവരും ജയിക്കണം എന്നുള്ള മൈൻഡ് സെറ്റിൽ തന്നെ നിൽക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ ബാക്കുവിനെ കാണിക്കുമ്പോൾ അവനിപ്പോൾ നൈറ്റ് ടൈം സിയൂണിനെ കാണാനായിട്ട് വന്നേക്കാണ്. അവനങ്ങനെ പുറത്ത് നിന്നിട്ട് സിയൂണിനെ നോക്കുന്നുണ്ട് അകത്തേക്ക്. ആ സമയം ബാക്കു അവൻ്റെ മനസ്സിൽ സിയൂണിനോടും ഗോത്താക്കിനോടും ടേയോടും ഒക്കെ തന്നെ സോറി പറയുന്നുണ്ട്. നടന്ന കാര്യങ്ങളിൽ തനിക്ക് നല്ല കുറ്റബോധം ഉണ്ടെന്ന് അവൻ പറയുന്നുണ്ട്. ആ സമയമാണ് സിയൂണിൻ്റെ അമ്മ അങ്ങോട്ടേക്ക് വരുന്നത്. സിയൂണിൻ്റെ അമ്മ, ഇനി നിങ്ങൾ സിയൂണിനെ കാണാനായിട്ട് വരരുതെന്നൊക്കെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് തന്നെ അവൻ്റെ അമ്മ ദേഷ്യപ്പെടുമെന്ന് കരുതിയിട്ട് ഇവൻ പെട്ടെന്ന് സോറി പറഞ്ഞിട്ട് പോകാനായിട്ട് നിൽക്കുകയാണ്. എന്നാൽ സിയൂണിൻ്റെ അമ്മ ബാക്കുവിനെ തിരിച്ച് വിളിച്ചിട്ട് നിനക്ക് സിയൂണിനെ കാണണ്ടേന്നും പറഞ്ഞുകൊണ്ട് അവനെയും കൊണ്ട് അകത്തേക്ക് കയറുന്നുണ്ട്. അങ്ങനെ സിയൂണിൻ്റെ ബെഡിൻ്റെ അടുത്തിരുന്ന് സംസാരിക്കുന്ന സമയത്ത് സിയൂണിൻ്റെ അമ്മ പറയുന്നുണ്ട്, സിയൂൺ ഓക്കെ ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത്, അവൻ എന്തെങ്കിലും ഉടനെ തന്നെ കണ്ണ് തുറക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന്. കാരണം സിയൂൺ ഇപ്പോൾ ആക്ച്വലി കോമയിലാണുള്ളത്, അതുകൊണ്ടാണ് അവൻ ഇത്രയായിട്ടും കണ്ണ് തുറക്കാത്തത്. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ ഇവൻ കേൾക്കുന്നുണ്ടെങ്കിലും ബാക്കുവിന് എന്ത് പറയണമെന്ന് അറിഞ്ഞുകൂടാത്ത അവൻ മിണ്ടാതിരിക്കുന്നുണ്ട്. ആ സമയം സിയൂണിൻ്റെ അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ആ ഒരു വണ്ടി വന്ന് ഇടിച്ചുകൊണ്ടല്ല അവൻ ഈ സിറ്റുവേഷനിലായത്, അവനാണെങ്കിൽ ആ ഒരു വണ്ടി ഇടിക്കുന്ന നേരത്ത് എന്തോ ഒരു ഷോക്കിലായിരുന്നു. ആ ഷോക്ക് കാരണം അവൻ്റെ നെർവസ് സിസ്റ്റം എല്ലാം തന്നെ വർക്കിംഗ് ആവാതെയായി, അങ്ങനെയാണ് അവൻ കോമയിലായതെന്ന്.
ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ടായിരിക്കും. അതായത് ആ ഒരു വണ്ടി ഇടിക്കുന്നതിന് മുമ്പായിട്ട് അവൻ കേട്ട വാർത്ത സുഹോയുടെ കാര്യം ക്രിട്ടിക്കലാണെന്നാണ്. സോ ആ ഒരു റീസൺ കൊണ്ടാണ് അവൻ്റെ നെർവസ് സിസ്റ്റം പെട്ടെന്ന് വർക്കിംഗ് ആവാതായതും അവനാണെങ്കിൽ അൺകോൺഷ്യസ്ലി അങ്ങ് കോമയിലോട്ടായിപ്പോയതും. അല്ലാണ്ട് ആ ഒരു വണ്ടി ഇടിച്ചത് കൊണ്ടല്ല. അങ്ങനെ ഇതെല്ലാം ബാക്കി കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു ടൈമിന് സിയൂണിൻ്റെ അൺകോൺഷ്യസ് മൈൻഡാണ് നമ്മളെ വീണ്ടും കാണിക്കുന്നത്. അതിലിപ്പോൾ സിയൂണാണെങ്കിൽ ആ ഒരു ബോക്സിങ് റിങ്ങിൽ തന്നെ ഇരിക്കുന്നുണ്ട്. തൊട്ടടുത്ത് സിയോക്കും ഇരിക്കുന്നുണ്ട്. സിയൂൺ അങ്ങോട്ടേക്ക് നോക്കുമ്പോഴത്തേക്കും ഗോത്താക്കും ബാക്കും എല്ലാവരും ഇരിക്കുന്നവൻ കാണുന്നുണ്ട്. സിയൂണിന് അവരുടെ അടുത്തോട്ട് പോകണമെന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ സിയൂണാണെങ്കിൽ സിയോക്കിനോട്, സിയോക്ക് നമ്മുടെ ഇടയിലുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, എനിക്കിനി എൻ്റെ ഫ്രണ്ട്സായിട്ടുള്ള അവരുടെ അടുത്തേക്ക് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൻ എഴുന്നേറ്റ് പോകാൻ നിൽക്കുകയാണ്. എന്നാൽ സിയോക്ക് കൈ പിടിച്ചിട്ട് പ്ലീസ് എന്നെ വിട്ടിട്ട് പോവില്ലേ എന്ന് സിയൂണിനോട് പറയുന്നുണ്ട്. സിയൂണിന് സിയോക്കിനെ വിടണമെന്ന് ആഗ്രഹമില്ല. എന്നാൽ തനിക്കിപ്പോൾ അങ്ങോട്ടേക്ക് പോവേണ്ട ആവശ്യമുണ്ട് എന്നുള്ളൊരു ചിന്തയിൽ തന്നെ സിയൂണാണെങ്കിൽ സിയോക്കിൻ്റെ കൈ വിട്ടിട്ട് ഐ എം സോറി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട് നേരെ ഗോത്താക്കിൻ്റെയും ബാക്കുൻ്റെയും നേരെ അടുത്തേക്ക്. അതേസമയം സിയൂണിന് ബോധം വരുന്നുണ്ട്. അത് കാണുന്നതും അവൻ്റെ അമ്മ ഡോക്ടറിനെ വിളിക്കാനായിട്ട് പോകുന്നുണ്ട്. സിയൂണാണെങ്കിൽ എഴുന്നേറ്റുണ്ടെങ്കിൽ തന്നെ സുഹോ എന്നുള്ളൊരു വാക്ക് മാത്രമേ പറയുന്നുള്ളൂ. കാരണം ആ അവസാനം കേട്ടത് സുഹോയുടെ കണ്ടീഷൻ ക്രിട്ടിക്കലാണെന്നുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് സുഹോവിനെ കാണണം എന്നും പറഞ്ഞു പെട്ടെന്ന് എഴുന്നേൽക്കുന്നുണ്ട്. എന്നാൽ ബാക്കുവാണെങ്കിൽ ഇന്നും സമാധാനിക്കുന്നു പറഞ്ഞിട്ട് അവനെ തിരിച്ച് ബെഡിലേക്ക് തന്നെ കിടത്തുന്നുണ്ട്. എന്നിട്ട് സിയൂണിനോട് പറയുന്നുണ്ട്, നീ പേടിക്കണ്ട, ടെൻഷൻ ആവാതിരിക്കുക, ഞാൻ ഡോക്ടർ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു, നിൻ്റെ ആ ഒരു ഫ്രണ്ട് ഓക്കെയാണ്, നീ പേടിക്കണ്ട എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേക്കും സിയൂൺ ഒന്ന് കാമാവുന്നുണ്ട്. പിന്നീട് സിയൂൺ ഓക്കെ ആയതിനു ശേഷം അവൻ നേരെ സുഹോയുടെ റൂമിലേക്ക് പോകുന്നുണ്ട്. സുഹോയിനെ പോയി കാണുന്നുണ്ട്. നോക്കുമ്പോഴത്തേക്കും സുഹോയ്ക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ ഓക്കെ ആയിരുന്നു. പെട്ടെന്ന് സുഹോയുടെ കണ്ടീഷൻ അങ്ങനെ മാറാനായിട്ടുള്ള കാരണം അവൻ്റെ ആ ഒരു ഹാർട്ട് ബീറ്റ് ഇറഗുലർ ആയിട്ടായിരുന്നു ആ ഒരു ടൈമിൽ പെട്ടെന്ന് ബീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഡോക്ടേഴ്സ് അവനെന്തെങ്കിലും സംഭവിക്കുമെന്ന് കരുതിയിട്ട് പെട്ടെന്ന് തന്നെ സിയൂണിന് കോൺടാക്റ്റ് ഒക്കെ ചെയ്തത്. സുഹോയുടെ ബെഡിൻ്റെ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ സിയൂൺ പറയുന്നുണ്ട്, സോറി സുഹോ, ഞാൻ വരാനായിട്ട് വൈകിപ്പോയി, എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ. അതിനുശേഷം അവനാണെങ്കിൽ അവരുടെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ആ സമയം അവിടെ ഗോത്താക്കും ടേയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബാക്കും ഗോത്താക്കും ടേയും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സിയൂണാണെങ്കിൽ അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അവനെ കാണുമ്പോഴത്തേക്കും നീ ഓക്കെ ആണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ടേയും ഗോത്താക്കും ഒക്കെ നിൽക്കുന്നുണ്ട്. ആ സമയം സിയൂണാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, ഞാനിപ്പോൾ ഓക്കെ ആണെന്നൊക്കെ പറയാണ്. ആ സമയത്തെ സങ്കടപ്പെട്ടുകൊണ്ട് ഞാൻ ശരിക്കും വിചാരിച്ചു നിനക്ക് എന്തെങ്കിലും സീരിയസ് ആയിട്ട് പറ്റിപ്പോകുന്നു, പക്ഷേ എനിക്കിപ്പോൾ സമാധാനമായി എന്ന് പറയുന്നുണ്ട്. ആ സമയമാണെങ്കിൽ ഇവ ഇങ്ങനെ സങ്കടപ്പെടുന്ന കാണുമ്പോഴത്തേക്കും ബാക്ക് പറയുന്നുണ്ട്, ടേ നീ ഇങ്ങനെ കരയാനൊന്നും പാടില്ല, സ്ട്രോങ് ആയിട്ട് നിൽക്കണമെന്ന്. ആ സമയം സിയൂൺ അതിന് നീ ഇന്നലെ കരങ്ങില്ലേ എന്നിങ്ങനെ ബാക്കുവിനോട് ചോദിക്കുമ്പോൾ ബാക്കുവാണെങ്കിൽ ഞാനോ കരയാനോ, 2ാം ക്ലാസ്സിലാണ് ഞാൻ അവസാനമായിട്ട് കരങ്ങിയത്, അതിനുശേഷം ഞാൻ കരങ്ങിട്ടേ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ഗോത്താക്ക് നീ പിന്നെയും കരങ്ങോടാ, ഇന്നലെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനായിട്ട് കളിയാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ആ സമയം സിയൂൺ സീരിയസ് ആയിട്ട് എന്താണ് സംഭവിച്ചത് ബേക്ജിൻ്റെ കാര്യത്തിൽ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം അവരും സീരിയസ് ആവുന്നുണ്ട്. അതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് എൻഡ് ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ബൈ.